Hello dear students, welcome back to Comex tutorial. India's 24 Disclosure of Related Party Transaction എന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആരാണ് റിലേറ്റഡ് പാർട്ടീസ്, എന്തെല്ലാമാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇന്ത്യസ് 24 ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ റിലേറ്റഡ് പാർട്ടിയും തമ്മിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് സാധാരണയാണ്. പക്ഷേ ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുന്നത് പോലെ ആകില്ല അൺറിലേറ്റഡ് പാർട്ടിയുമായി ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൺറിലേറ്റഡ് പാർട്ടിയുമായി ട്രാൻസാക്ഷൻ നടക്കുന്ന സെയിം എമൗണ്ടിൽ ആകില്ല റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടക്കുക. ചിലപ്പോൾ സെയിം എമൗണ്ടിലാകും, ചിലപ്പോൾ എന്താകില്ല, സെയിം എമൗണ്ടിലാകില്ല. റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കൺസിഡറേഷൻ്റെ ബേസിസിൽ ആ എമൗണ്ടിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പാരൻ്റ് കമ്പനിയുണ്ട്, സബ്സിഡറി കമ്പനി ആയിട്ടുള്ള എസ് ലിമിറ്റഡ് ഉണ്ട്. ഇവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടീസാണ്. അപ്പോൾ ഈ സബ്സിഡറി ലിമിറ്റഡ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റ് എന്നുള്ളത് 100 രൂപയാണ്. ഓക്കെ, എന്നിട്ട് ഈ 100 രൂപ കോസ്റ്റ് വരുന്ന ഈ പ്രൊഡക്റ്റ് അതിൻ്റെ പാരൻ്റ് കമ്പനിക്ക് വിൽക്കുന്നത് അതിൻ്റെ കോസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ ഈ എസ് ലിമിറ്റഡ് അൺറിലേറ്റഡ് പാർട്ടിയുമായ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ചിലപ്പോൾ അത് വിൽക്കുന്നതിനാണ് 120-നാണ്. അപ്പോൾ ഇവിടെ പാരൻ്റ് കമ്പനി എന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ കോസ്റ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു, എസ് ലിമിറ്റഡ് പി ലിമിറ്റഡിന് ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. ഇനി നേരെ തിരിച്ചു ആവാം. ഇപ്പോൾ പാരൻ്റ് ലിമിറ്റഡ് 100 രൂപ വിലയുള്ള കോസ്റ്റ് വരുന്ന ഒരു ഗുഡ്സ് അത് എസ് ലിമിറ്റഡിന് വിൽക്കുന്നത് 1000 രൂപക്കാണ്. എന്ന് വെച്ചാൽ ഓവർ പ്രോഫിറ്റ് എടുത്തിട്ടാണ് വിൽക്കുന്നത്. ചിലപ്പോൾ ഇതെന്താവും, ഒരു അൺലിസ്റ്റഡ് കമ്പനി ആവും. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഈ പി ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പി ലിമിറ്റഡ് ഹൈ പ്രോഫിറ്റിലൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൻ്റെ കാരണം കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതേപോലെ ബാലൻസ് ഷീറ്റിലൊക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. The mere exist of the relationship may be sufficient to affect the transaction of the entity with the other parties. For this reason, knowledge of entity transaction, outstanding balance, including commitment and relationship with the related parties may affect the assessment of its operation by users of financial statement. Here arises the relevance of IAS 24 or Indias 24. ഓക്കെ, ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ടു എൻഷുർ ദാറ്റ് ദി എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ ദ ഡിസ്ക്ലോഷർ നെസസറി ടു ഡ്രോ അറ്റൻഷൻ ടു ദി പോസിബിലിറ്റി ദാറ്റ് its financial position and profit or loss may have been affected by the existence of related parties and by transaction and outstanding balance, including commitment with such parties. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് ചിലപ്പോൾ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷനിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഒക്കെ എഫക്റ്റ് വന്നിട്ടുണ്ടാകും. ആ എഫക്റ്റിൻ്റെ അറ്റൻഷൻസ് ഡ്രോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം. നെക്സ്റ്റ്, സ്കോപ്പ്. ദിസ് സ്റ്റാൻഡേർഡ് ഷാൾ ബി അപ്ലൈഡ് ഇൻ ഐഡൻറ്റിഫൈയിങ് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആൻഡ് ട്രാൻസാക്ഷൻ. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈയിങ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ബിറ്റ്വീൻ ആൻ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പാർട്ടീസ്. അപ്പോൾ ഒരു എൻറ്റിറ്റിയും അതിൻ്റെ റിലേറ്റഡ് പാർട്ടീസും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈയിങ് ദി സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഡിസ്ക്ലോഷർ ഈസ് റിക്കോർഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നതിൻ്റെ സർക്കംസ്റ്റാൻസസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദി ഡിസ്ക്ലോസർ ടു ബി മെയ്ഡ്. എന്തെല്ലാമാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷനാണ്. നമ്മൾ കുറേ നേരമായി പറയുന്നു റിലേറ്റഡ് പാർട്ടി എന്നുള്ളത്. ഈ ആരാണ് റിലേറ്റഡ് പാർട്ടി? ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഒരു 11 ലിസ്റ്റ് ഐറ്റംസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, റിലേറ്റഡ് പാർട്ടി ഇസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. അപ്പോൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ അതൊരു എൻറ്റിറ്റി ആവാം. ഓക്കെ, അത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയോ ഒക്കെ എന്താണ് റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കാണ് പോകുന്നത്. എ പേഴ്സൺ, അപ്പോൾ നമ്മൾ പറഞ്ഞു എ റിലേറ്റഡ് പാർട്ടി ഈസ് എ പേഴ്സൺ. അപ്പോൾ ആദ്യം നമ്മൾ പേഴ്സൻ്റെ കാര്യമാണ് പറയുന്നത്. എ പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഇഫ് ദാറ്റ് പേഴ്സൺ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി മെമ്പറോ ഒരു എൻറ്റിറ്റിയുമായി റിലേറ്റഡ് പാർട്ടി ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് കൺട്രോൾ ഓർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ദി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എയുടെ ക്ലോസ് ഫാമിലി മെമ്പറും. ഇപ്പോൾ മിസ്റ്റർ എക്ക് ബി ലിമിറ്റഡിൽ കൺട്രോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എക്ക് എന്തുണ്ട്? ബി ലിമിറ്റഡിൽ കൺട്രോൾ ഉണ്ട്. അതേപോലെ മിസ്റ്റർ എക്ക് സി ലിമിറ്റഡിൽ ജോയിൻറ്റ് കൺട്രോളും ഉണ്ട് എങ്കിൽ മിസ്റ്റർ എ എന്താണ്? മിസ്റ്റർ എയും മിസ്റ്റർ എൻ്റെ ക്ലോസ് മെമ്പേഴ്സും ബി ലിമിറ്റഡുമായിട്ട് റിലേറ്റഡ് പാർട്ടീസാണ്. ഓക്കെ, അതേപോലെ മിസ്റ്റർ എയും ക്ലോസ് മെമ്പറും സി ലിമിറ്റഡുമായിട്ട് എന്താണ്? റിലേറ്റഡ് പാർട്ടീസാണ്. ഓക്കെ, നെക്സ്റ്റ്, എ പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മിസ്റ്റർ എക്ക് ബി ലിമിറ്റഡിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 20% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിലാണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ മോർ ദാൻ 50% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ എന്താണ്? അതൊരു കൺട്രോൾ അക്വയർ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മിസ്റ്റർ എക്ക് ബി ലിമിറ്റഡ് 25% ഷെയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോർ ദാൻ 20% വോട്ടിംഗ് പവർ ആർക്കുണ്ട്? മിസ്റ്റർ എക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്റ്റർ എയും മിസ്റ്റർ എൻ്റെ ക്ലോസ് മെമ്പറും റിലേറ്റഡ് പാർട്ടീസാണ്. ഫാമിലി മെമ്പറും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ്, എ പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് എ മെമ്പർ ഓഫ് ദി കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഓഫ് ദി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഓർ ഇറ്റ്സ് പാരൻറ്റ്. ഓക്കെ, അപ്പോൾ അതെന്താ പറയുന്നത്? മിസ്റ്റർ എ ബി ലിമിറ്റഡിൽ കീ മാനേജറിയൽ പേഴ്സണിലെ ഒരു മെമ്പറാണ്. കീ മാനേജറിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എല്ലാ ഡയറക്ടേഴ്സും കീ മാനേജറിയൽ പേഴ്സണാണ്. അതേപോലെ CEO, MD, CFO അങ്ങനെയുള്ളവരൊക്കെയാണ് കീ മാനേജറിയൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കീ മാനേജറിയൽ പേഴ്സണിലെ ഒരു മെമ്പറാണ് മിസ്റ്റർ എ എങ്കിൽ ബി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ എ റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, മിസ്റ്റർ എയും മിസ്റ്റർ എൻ്റെ ക്ലോസ് മെമ്പറും റിലേറ്റഡ് പാർട്ടിയാണ്. ക്ലിയർ? ഇനി മിസ്റ്റർ എ സി ലിമിറ്റഡിലെ ഒരു കീ മാനേജറിയൽ പേഴ്സൺ ആണെങ്കിൽ സി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ എയും ക്ലോസ് മെമ്പേഴ്സും റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി സി ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് എക്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് സി ലിമിറ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് ലിമിറ്റഡും മിസ്റ്റർ എയും ക്ലോസ് മെമ്പേഴ്സും റിലേറ്റഡ് പാർട്ടിയാണ്. ക്ലിയർ? നെക്സ്റ്റ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ആരുടെ കേസാണ്? എ പേഴ്സൻ്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൻറ്റിറ്റിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. An entity is related to a reporting entity if any of the following conditions applies. അപ്പോൾ താഴെ ഒരു 8 പോയിന്റ് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റി മറ്റേ എൻറ്റിറ്റിയുമായി റിലേറ്റഡ് പാർട്ടിയാണെന്ന് പറയാം.
ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ എൻറ്റിറ്റി ആൻഡ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഗ്രൂപ്പ്. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും വേറൊരു എൻറ്റിറ്റിയും ഒരു സെയിം ഗ്രൂപ്പിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് പാർട്ടിയാണ്. എക്സാമ്പിൾ, പി ലിമിറ്റഡിന് 2 സബ്സിഡറി കമ്പനി ഉണ്ട്, S1ഉം S2ഉം. S1ന് വീണ്ടും 2 സബ്സിഡറി കമ്പനി ഉണ്ട്, S3യും S4ഉം. ദെൻ S2ൻ്റെ വേറെ സബ്സിഡറി കമ്പനിയാണ് S5 എന്നുള്ളത്. അപ്പോൾ പി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് പാർട്ടീസാണ്. അപ്പോൾ പി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ എൻറ്റിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ്, വൺ എൻറ്റിറ്റി ഈസ് ആൻ അസോസിയേറ്റ് ഓർ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദി അതർ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ അസോസിയേറ്റ് കമ്പനിയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയും റിലേറ്റഡ് പാർട്ടിയാണ്. പി ലിമിറ്റഡിന് സബ്സിഡറി കമ്പനി 2 സബ്സിഡറി കമ്പനി ഉണ്ട്, S1ഉം S2ഉം. അതേപോലെ ഒരു അസോസിയേറ്റ് കമ്പനിയാണ് എ ലിമിറ്റഡ്, ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ് JV ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ നോക്കുക, പി ലിമിറ്റഡും എ ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്. അതേപോലെ JV ലിമിറ്റഡും പി ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. പി ലിമിറ്റഡ് സംബന്ധിച്ചിടത്തോളം S1ഉം റിലേറ്റഡ് പാർട്ടിയാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. S2 റിലേറ്റഡ് പാർട്ടിയാണ്. അതേപോലെ എ ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, ദെൻ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആയിട്ടുള്ള JV ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ആരാണ് അസോസിയേറ്റ് കമ്പനി, എപ്പോഴാണ് അസോസിയേറ്റ് കമ്പനി ആവുക എന്നുള്ളത് പറഞ്ഞു. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായി കഴിഞ്ഞാലാണ് അസോസിയേറ്റ് കമ്പനിയായിട്ട് മാറുക എന്നുള്ളത് പറഞ്ഞു. ഇനി S1 ലിമിറ്റഡിന് ഒരു അസോസിയേറ്റ് കമ്പനിയും ജോയിൻറ്റ് കമ്പനിയും ഉണ്ട്. അപ്പോൾ A1 JV1. ഓക്കെ, ദെൻ S2 ലിമിറ്റഡും അതേപോലെ തന്നെ ഒരു അസോസിയേറ്റ് കമ്പനിയുണ്ട്, അതേപോലെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുണ്ട്. ഓക്കെ, JV2. അപ്പോൾ ഇവിടെ പി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം A1 ലിമിറ്റഡും S1 ലിമിറ്റഡും A1 ലിമിറ്റഡും അതേപോലെ A2. ഓക്കെ, ഇത് A2 ആണ്. A2 ലിമിറ്റഡ് ഒക്കെ എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അതേപോലെ JV ലിമിറ്റഡ്, JV1 ലിമിറ്റഡും JV2 ലിമിറ്റഡും അതെന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, എന്നാൽ ഈ എ ലിമിറ്റഡും A1 ലിമിറ്റഡും A2 ലിമിറ്റഡും എന്തല്ല? റിലേറ്റഡ് പാർട്ടീസ് അല്ല, നോട്ട് റിലേറ്റഡ് പാർട്ടിയാണ്. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ക്ലിയർ? നെക്സ്റ്റ്, നമ്മളിവിടെ ഈ പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഏതാണ് പോയിന്റ്? വൺ എൻറ്റിറ്റീസ് ജോയിൻറ്റ് വെഞ്ചർ ഓഫ് തേർഡ് എൻറ്റിറ്റി ആൻഡ് അതർ എൻറ്റിറ്റീസ് ആൻ അസോസിയേറ്റ് ഓഫ് ദി തേർഡ് എൻറ്റിറ്റി. ക്ലിയർ? ഓക്കെ, അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്, ഈ സെക്കൻഡ് പോയിന്റും അതേപോലെ ഫോർത്ത് പോയിന്റും. നെക്സ്റ്റ് പറയുന്നത് ബോത്ത് എൻറ്റിറ്റി ആർ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദി സെയിം തേർഡ് പാർട്ടി. പി ലിമിറ്റഡിന് 2 ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളുണ്ട്, JV1 JV2. ഓക്കെ, അപ്പോൾ JV1 ഓൾറെഡി റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ഇവർ തമ്മിൽ എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, JV1ഉം JV2ഉം റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി പി ലിമിറ്റഡ് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുണ്ട്, അതേപോലെ അസോസിയേറ്റ് കമ്പനിയുണ്ട്. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡ് അസോസിയേറ്റ് കമ്പനിയാണ്, JV ലിമിറ്റഡ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡും JV ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്. ഇവർ ഓൾറെഡി റിലേറ്റഡ് പാർട്ടിയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. നെക്സ്റ്റ്, ദ എൻറ്റിറ്റി ഈസ് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാന്. ഇപ്പോൾ പി ലിമിറ്റഡിന് ഒരു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അതേപോലെ സബ്സിഡറി കമ്പനിക്ക്, പി ലിമിറ്റഡിൻ്റെ സബ്സിഡറി കമ്പനിക്ക് എന്തുണ്ട്? ഒരു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ഇവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടിയാണ്, ഇതും അങ്ങോട്ടും എന്താണ്? റിലേറ്റഡ് പാർട്ടീസാണ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എൻറ്റിറ്റിയുടെ കേസാണ്. ഈ നെക്സ്റ്റ് പറയുന്നത് പേഴ്സണിൻ്റെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ദ എൻറ്റിറ്റി ഈസ് കൺട്രോൾഡ് ഓർ ജോയിൻറ്റ്ലി കൺട്രോൾഡ് ബൈ എ പേഴ്സൺ ഈസ് ഐഡൻറ്റിഫൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ പോയിൻ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എക്ക് കൺട്രോളുള്ള ഒരു കമ്പനിയാണ് എ ലിമിറ്റഡ്, വേറെ കമ്പനിയാണ് ബി ലിമിറ്റഡ് എങ്കിൽ മിസ്റ്റർ എയും എ ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്. അത് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു. ഓക്കെ, മിസ്റ്റർ എയും ബി ലിമിറ്റഡും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി ഇവർ തമ്മിൽ
എന്താണ് റിലേറ്റഡ് പാർട്ടിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, എന്താ പറഞ്ഞത്? ദ എൻറ്റിറ്റീസ് കൺട്രോൾഡ് ഓർ ജോയിൻലി കൺട്രോൾഡ് ബൈ എ പേഴ്സൺ ഐഡൻറ്റിഫൈൻ എ ഫസ്റ്റ് ആ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എ പേഴ്സൺ ഐഡൻറ്റിഫൈൻ എ വൺ ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. അതാണ് പറയുന്നത്, ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എക്ക് കൺട്രോളുള്ള ഒരു കമ്പനിയാണ് എ ലിമിറ്റഡ് എന്ന് വെച്ചാൽ 50% വോട്ടിംഗ് പവർ ഉണ്ട്. ദെൻ ബി ലിമിറ്റഡ്, മിസ്റ്റർ എക്ക് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കമ്പനിയാണ് ബി ലിമിറ്റഡ്. സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 20% വോട്ടിംഗ് പവർ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എ ലിമിറ്റഡും ബി ലിമിറ്റഡും തമ്മിൽ എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ക്ലിയർ? നെക്സ്റ്റ് ദ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ദ എൻറ്റിറ്റി ഓർ എനി ഓഫ് ഇറ്റ്സ് ഗ്രൂപ്പ് മെമ്പർ പ്രൊവൈഡഡ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ സർവീസ്. മിസ്റ്റർ എക്ക് കൺട്രോളുള്ള ഒരു കമ്പനിയാണ് എ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ് മിസ്റ്റർ എയും അതേപോലെ എ ലിമിറ്റഡും. ദെൻ മിസ്റ്റർ എക്ക് ബി ലിമിറ്റഡിൽ ഒരു കൺട്രോൾ ഉള്ളതാണ്. പക്ഷേ മിസ്റ്റർ ബിയിലെ ഒരു കീ മാനേജറിയൽ പേഴ്സണാണ് ആര്? മിസ്റ്റർ എ. കീ മാനേജറിയൽ പേഴ്സണാണ് മിസ്റ്റർ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ബി ലിമിറ്റഡിൽ എന്തുണ്ട്? ബി ലിമിറ്റഡിൽ കീ മാനേജറിയൽ പേഴ്സണാണ് ആര്? മിസ്റ്റർ എ. ഓക്കെ, അപ്പോൾ ബി ലിമിറ്റഡിലെ കീ മാനേജറിയൽ പേഴ്സണാണ് മിസ്റ്റർ എ എങ്കിൽ എ ലിമിറ്റഡും ബി ലിമിറ്റഡും തമ്മിൽ എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. കീ മാനേജറിയൽ പേഴ്സൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ്? റിലേറ്റഡ് പാർട്ടിയായി അല്ലേ? ഒരു കമ്പനിയിൽ കീ മാനേജറിയൽ പേഴ്സൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി എന്തായി? ഓൾറെഡി റിലേറ്റഡ് പാർട്ടിയെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എൻറ്റിറ്റിയുടെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും കമ്പനിയിൽ എന്താ പറയുക, കമ്പനിയിലെ കീ മാനേജറിയൽ പേഴ്സണിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ വ്യക്തിക്ക് കൺട്രോളുള്ള മറ്റൊരു കമ്പനിയും തമ്മിൽ എന്തായി? റിലേറ്റഡ് പാർട്ടിയായി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ബി ലിമിറ്റഡിന് ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സിഡിയറി കമ്പനിയാണ് സി ലിമിറ്റഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, സി ലിമിറ്റഡ് ഒരു സബ്സിഡിയറി കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ബി ലിമിറ്റഡിൽ കീ മാനേജറിയൽ പേഴ്സണാണ് മിസ്റ്റർ എ. മിസ്റ്റർ എക്ക് എ ലിമിറ്റഡിൽ എന്തുണ്ട്? കൺട്രോൾ ഉണ്ട്. ഓക്കെ, ബി ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് സി ലിമിറ്റഡ് എങ്കിൽ ഈ സി ലിമിറ്റഡും എ ലിമിറ്റഡും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഇവർ ഓൾറെഡി റിലേറ്റഡ് പാർട്ടിയാണ് നമ്മൾ പോയിന്റിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സി ലിമിറ്റഡ് റിലേറ്റഡ് പാർട്ടിയാണ്, ബി ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടിയാണ്, മിസ്റ്റർ എയും റിലേറ്റഡ് പാർട്ടിയാണ്. ക്ലിയർ? അപ്പോൾ ആരൊക്കെയാണ് റിലേറ്റഡ് പാർട്ടീസ് എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നാൽ എന്താണ്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്. അത് റിസോഴ്സസിൻ്റെ ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ലിഗേഷൻ മെറ്റ് ചെയ്യുന്നതാവാം ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ എ പ്രൈസ് ഈസ് ചാർജ്ഡ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള ഏതെങ്കിലും ഒരു റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ മെറ്റ് ചെയ്യുന്നതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ക്ലോസ് മെമ്പർ ഓഫ് ദി ഫാമിലി അല്ലേ, ക്ലോസ് മെമ്പർ ഓഫ് ദി ഫാമിലി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ക്ലോസ് മെമ്പർ ഓഫ് ദി ഫാമിലി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those family members who may expect to influence or influenced by that individual in their dealing with the entity. ഒരു ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസ് മെമ്പർ ഓഫ് ദി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയെയാണ് ക്ലോസ് മെമ്പർ ഓഫ് ദി ഫാമിലി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പെടുന്നതാണ് ദ ഇൻഡിവിജ്വൽസ്, ഡൊമസ്റ്റിക് പാർട്ണർ ആൻഡ് ചിൽഡ്രന്. അപ്പോൾ ഡൊമസ്റ്റിക് പാർട്ണേഴ്സും ഇൻഡിവിജ്വൽസിൻ്റെ ഡൊമസ്റ്റിക് പാർട്ണറും ചിൽഡ്രനും. ഇനി ചിൽഡ്രൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഡൊമസ്റ്റിക് പാർട്ണറും ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഡൊമസ്റ്റിക് പാർട്ണറും. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഡിപ്പെൻഡൻറ്റും ഇൻഡിവിജ്വലിൻ്റെ ഡൊമസ്റ്റിക് പാർട്ണറിൻ്റെ ഡിപ്പെൻഡൻറ്റും ക്ലോസ് മെമ്പർ ഓഫ് ദി ഫാമിലിയാണ്. നെക്സ്റ്റ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ. ആരാണ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ആർ ദോസ് പേഴ്സൺ ഹാവിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി.
അവർക്ക് അതോറിറ്റി ഉണ്ട്, അതേപോലെ റെസ്പോൺസിബിലിറ്റി ഫോർ എന്തിനൊക്കെ പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി എൻറ്റിറ്റി. അപ്പോൾ ഒരു എൻറ്റിറ്റിയിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി ആയാലും ഇൻഡയറക്റ്റ്ലി ആയാലും അവരെയൊക്കെ എന്ത് പറയുന്നു, കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറയുന്നു. അതേപോലെ എല്ലാ ഡയറക്ടേഴ്സ് ഓഫ് ദി എൻറ്റിറ്റിയും എന്താണ്, കീ മാനേജറിയൽ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ കീ മാനേജ്മെൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും കീ മാനേജറിയൽ പേഴ്സൺ ആണ്. അതേപോലെ ഒരു എൻറ്റിറ്റിയിൽ ആ എൻറ്റിറ്റിയുടെ പ്ലാനിങ്ങിലോ ഡയറക്റ്റിലോ കൺട്രോളിങ്ങിലോ ഒക്കെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം, കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് Ind AS 24 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻറ്റിറ്റി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര രൂപക്കാണ് നടത്തിയത്, ആരായിട്ടാണ് നടത്തിയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ഷീറ്റിൻ്റെ താഴെ നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.